ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ഒരിക്കലും വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ റീലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒന്ന് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വലിയ ലെങ്തൊന്നും കാണൂല. ഈ വ്ളോഗ് എന്ന് വെച്ചാൽ ബേസിക്കലി എൻ്റെ ചേട്ടൻ്റെ മാരേജാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വരാൻ പറ്റൂല, എക്സാം ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പം എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര സെഡ് അടിച്ചിരിക്കുകയാണ്. അത് എനിക്കും ചേട്ടൻ്റെ കസിൻസിന് മാത്രമേ അറിയാം ഞാൻ വരുന്ന കാര്യം. അപ്പോൾ ബാക്കി എല്ലാവരും ഭയങ്കര സെഡ് അടിച്ചിരിക്കുകയാണ്. അവർക്ക് ലൈക്ക് എനിക്ക് വരാൻ പറ്റൂല, കല്യാണം അലമ്പ ഇങ്ങനെ ലൈക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കാണൂല എന്നൊക്കെ അവൻ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ പോകും ഗൈസ്. അപ്പോൾ ഞാനിപ്പം കാരണം എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ ഇന്ന് രാത്രി ഞാനിപ്പോൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ രാത്രി ഇനി 2 hour കൂടെ ഉണ്ട് ഫ്ലൈറ്റിന്. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ എനിക്ക് അതും കൂടി കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടെ പോകും. എന്നിട്ട് ഇന്ന് സർപ്രൈസ് ചെയ്യില്ല. ഇന്ന് ഞാൻ വേറെ എവിടെയെങ്കിലും താമസിച്ചിട്ട് നാളെ ചെയ്യേണ്ട ഹൽദിയാണ് ഗൈസ്. ഹൽദിക്ക് പോയി ഞാൻ സർപ്രൈസ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇതിൽ കൂടുതൽ കാണിക്കുന്നില്ല, ഭയങ്കര ലെങ്തി ആക്കുന്നില്ല ഞാൻ വ്ളോഗ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി ഗൈസ്. ഞാൻ ചോദിക്കാതെ തന്നെ അവർ ആ മെഷീൻ എനിക്ക് വിൻഡോ സീറ്റ് തന്നു. എന്താ തന്നാൽ സ്നേഹമുള്ള മെഷീൻ. ഇനി എൻ്റെ ഗേറ്റ് കണ്ടുപിടിക്കണം. എൻ്റെ ഗേറ്റ് 18th ഗേറ്റാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ എൻ്റെ ഒന്ന് ഗേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നുണ്ട് ഗൈസ്. ബൈ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിലുള്ള ആ സ്റ്റേജ് നോക്കി ഭയങ്കര രസമുണ്ട്. മണിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ 18th ഗേറ്റ് എവിടെയെന്ന് അറിഞ്ഞൂടെ. ഞാനാണെങ്കിൽ ഇവിടെ ഗേറ്റ് തപ്പി നടക്കുക. ബാഗ് ഡ്രോപ്പ് ചെയ്ത് ക്യാബിൻ ബാഗ് മാത്രമേ ഉള്ളൂ. അല്ല, ക്യാബിൻ ബാഗാണോ എനിക്ക് അറിഞ്ഞൂടാ അത് ഏത് ബാഗാണെന്ന്. മറ്റേ വലിയ പെട്ടി ഉണ്ടല്ലോ, വലിയ പെട്ടി ഫ്ലൈറ്റിൻ്റെ അടിയിൽ വയ്ക്കുന്ന പെട്ടി കൊടുത്തു വിട്ട്. ഈ ചെറിയ പെട്ടി അതിൻ്റെ പേരെന്താ, ചെക്കിൻ ബാഗും ക്യാബിൻ ബാഗും. എനിക്കത് ഏതെന്ന് തിരിച്ചറിഞ്ഞൂടാ. ചെക്കിൻ ഇതാണെന്ന് തോന്നുന്നു, ക്യാബിൻ മറ്റേതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഗേറ്റ് തപ്പാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് എയർപോർട്ട്. ആണെങ്കിൽ എൻ്റെ ഫോൺ ഇത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടേന്ന് എൻ്റെ ബാക്കിൽ ഞാൻ കണ്ടപ്പോൾ അയ്യോ ഞാനിപ്പോൾ വീണേനെ വ്ളോഗ് എടുത്ത് വന്ന് ചമ്മി നാറിയേനെ, അളിവിയേന. ഇവിടെ എല്ലാവരും എന്നെ നോക്കുന്നു. ഈ ചെറുക്കനെ പ്രാന്തെന്ന് വിചാരിക്കുന്നു. ഈ കമ്പും കൊണ്ട് മൈക്കും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇൻവെർട്ടറായി പോകുന്നു പെട്ടെന്ന്. എനിക്കാണെങ്കിൽ ഞാൻ സോളോ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ 40 കിലോമീറ്റർ ട്രക്കിങ് ചെയ്താണെങ്കിൽ എൻ്റെ കാലാണെങ്കിൽ മുട്ടൊക്കെ ആണെങ്കിൽ ഇളവി വെച്ചേക്കണം. എനിക്കാണെങ്കിൽ കാലിനൊക്കെ കുറച്ചൊരു ഊരി വെക്കാനൊക്കെ തോന്നുന്നു. ഇങ്ങനെ ഊരാൻ പറ്റുന്ന സാധനമാണെങ്കിൽ കുറച്ച് നേരം ഊരി വെച്ചിട്ട് എടുക്കാനൊക്കെ തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ് കൂടുതലുള്ള. ഇൻഡിഗോൻ്റെ കുറേ ഫ്ലൈറ്റുകളുണ്ട്. ഇതിൻ്റെ അടി കൂടി കാണുന്നില്ലല്ലോ. ഇതുവഴി കണ്ട നേരത്തെ ഞാൻ നന്നായിട്ട് കണ്ട അവിടെ. അപ്പോൾ അവിടുത്തെ ഞാൻ വീഡിയോ എടുത്തില്ല, ചെറുതായിട്ട് എടുത്തോളൂ. ഞാൻ കുറേ ക്യാബിൻ ക്രൂസിനെയൊക്കെ കണ്ട. എൻ്റെ ആഗ്രഹമാണ് ക്യാബിൻ ക്രൂ ആവണമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരെയൊക്കെ കണ്ടപ്പോൾ. എനിക്ക് ഇവിടെ വന്നപ്പം നല്ല ഇഷ്ടപ്പെട്ട് ക്യാബിൻ ക്രൂവിനെ കണ്ടപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വീണ്ടും ഉടലെടുത്തു. ഓൾറെഡി ഉണ്ട്, പോയൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടി ഇത് കണ്ടപ്പോൾ കുറച്ചുകൂടി ആഗ്രഹം ഉടലെടുത്തു എൻ്റെ മനസ്സിലേക്ക്. ഇതൊക്കെ അവിടെ നോക്കിയൊക്കെ എൻ്റെ ഗേറ്റ് 18 അവിടെ ഇരിക്കുന്നു ഗൈസ്. ഇനി ഏകദേശം ഒരു മണിക്കൂറും കൂടെ ഉള്ളു. അപ്പോൾ ഞാനാണെങ്കിൽ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇപ്പം നിങ്ങളെല്ലാം വിചാരിക്കുന്നേക്കും എനിക്ക് എന്തിനാണ് ഈ ചെറുക്കൻ എന്തിനാണ് ഈ എയർപോർട്ട് കാണുമ്പോൾ ഇത്ര ആക്രാന്തം കൂടുന്നതെന്ന്. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഗൈസ്. അതുകൊണ്ടുള്ള ആക്രാന്തമാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ എന്തായാലും ബോർഡിങ്ങിൻ്റെ അങ്ങോട്ട് ഞാൻ പോവുകയാണ്. ബോർഡിങ്ങിൻ്റെ അങ്ങോട്ടൊന്ന് ഗേറ്റിൻ്റെ അങ്ങോട്ട് 18th ഗേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഞാൻ അവിടെ എത്തി. ഒരു സീറ്റില്ലല്ലോ, സീറ്റുള്ളടുത്ത് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോൾ ഗൈസ് ബോർഡിങ്ങിൻ്റെ സമയമായി. നമ്മളെല്ലാവരും കൂടെ ഫ്ലൈറ്റിൽ പോകുന്നവരൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്ലൈറ്റിൽ കയറാൻ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറാൻ പോകുന്നത് ഗൈസ്. ബസ്സല്ല, എയറോ ബ്രിഡ്ജ് വഴിയാണ് കയറുന്നത്. അപ്പോൾ അകത്ത് കയറിയിട്ട് കാണിക്കാം, അകത്ത് കയറുന്നത് കാണിക്കാം. ഓരോ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഔട്ട്സൈഡ് വ്യൂ കാണിച്ചു തരാം.
ആക്ച്വലി ഗൈസ് ഐ ഹാവ് എ കൺഫ്യൂഷൻ. ലൈക്ക് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പം എൻ്റെ വീഡിയോ എടുക്കണോ അതോ ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള വീഡിയോ എടുക്കണോ എന്ന്. ഞാൻ പറഞ്ഞാൽ എൻ്റെ വീഡിയോ തന്നെ എടുക്കുക. ഞാൻ എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കാണണം. പുറത്തോട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ആകാശത്തെത്തിയിട്ട് വലിയ കാര്യമൊന്നുമല്ല പറക്കുന്നത്. ആകാശത്തെത്തിയാലും ഇറക്കാം, പക്ഷെ എനിക്ക് എടുത്താലും കാണാൻ പറ്റില്ല. എന്തോ ഞാൻ നേരെ ഇരിക്കുന്ന വിങ്സിൻ്റെ മൂട്ടിൽ, അതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ തന്നെ എടുക്കാം. ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ടേക്ക് ഓഫ് ആയത്. നല്ല രസമുണ്ടായിരുന്നു. റൈഡ് പോകുമ്പോഴേക്കാണ് എനിക്കാണെങ്കിൽ പ്രസവിക്കാനൊക്കെ തോന്നി. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയിട്ടേനെ ഇവിടെ. നല്ല രസമുണ്ടായത്. അടിവയറ്റിലൊരു മഞ്ഞ് വീഴുന്ന അടിവയറ്റിൽ കൂടെ കടൽ പോണ ഫീലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക്. ഗൈസ് അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയത് ഓർമ്മയുള്ളൂ. ഞാൻ കിടന്ന് പറയും 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ആഹാരം കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ലേസൊക്കെ കഴിച്ചത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം ഞാൻ എത്തി. ഞാനിനി എന്തായാലും ഇനി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കാണിക്കാം. ഇവിടുന്ന് ബാഗൊക്കെ കളക്ട് ചെയ്യണം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിലെത്തി. ഇപ്പം എൻ്റെ കസിൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ ഇന്നലെ രാത്രി എത്തി. എന്നിട്ട് ഇപ്പം ഇന്ന് വൈകുന്നേരമായി. ഞാൻ കിടന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ കാന്താര സിനിമ എനിക്ക് കാണണമായിരുന്നു. ഞാൻ അവിടെ ഇല്ല. സിനിമ എവിടെ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ പോയി സിനിമ കണ്ട് കാന്താര കണ്ട് ഇപ്പോൾ വൈകുന്നേരമായി. ഞാൻ പോകാൻ റെഡിയാവുന്നു ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ്. ഇപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും റിയാക്ഷൻ എന്താണെന്ന് പറയാം. ആദ്യം എല്ലാവരും എനിക്കൊന്ന് ഇങ്ങനെ പറയും. പിന്നെ അടുത്ത് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു തരാം എന്താണ്. ഇപ്പം എല്ലാവരും പറയും ഇതെന്തായാലും കോല, ഇതെന്തായാലും കോല, മുടിയും വളർത്തി കമാല് പോയിട്ട് ഇതെന്തായാലും കോല ഉണങ്ങി വലിഞ്ഞ് ചാവാറായല്ലോ. ആദ്യം ആക്ച്വലി എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു കുറച്ചുകൂടി. പക്ഷേ ഞാൻ എന്തോന്ന് മറ്റേ സോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉണങ്ങി, കുറച്ച് കറുത്ത് നല്ല പോയിനെക്കാട്ടി കുറച്ച് ബ്രൈറ്റൊക്കെ ഞാൻ ഈ പാല് തൈരൊക്കെ കുടിച്ച്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. ഇതായിരിക്കും പറയുന്നത് ഇതെന്തൊരു കാലം ഇങ്ങനെയൊക്കെ പറയും. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഈസ്റ്റ് വിട്ടിട്ട് തമ്പാനൂരായിട്ടൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നടന്ന് എൻജോയ് ചെയ്ത് ആരും അറിയാതിരിക്കാൻ ഞാൻ മാസ്കും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് നടന്നത്. പിന്നെ ഈ പഴവങ്ങാടിയും പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഞാൻ മിക്ക ദിവസം പോകുന്ന സ്ഥലമായിരുന്നു ഗൈസ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഞാൻ അങ്ങനെ എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു കുറേ നേരം. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ഊബർ കയറി. ഫംഗ്ഷൻ 5 മണിക്ക് കഴിഞ്ഞാൽ ഇവരെല്ലാം താമസിപ്പിച്ച് ഇപ്പം 8 മണിയാവാറായി. 3 മണിക്കൂർ ഡിലേ. അപ്പോൾ ഊബർ കയറിയിട്ട് പോവാണ്. ഇപ്പോൾ അവിടെ തുടങ്ങി. അവിടെ നല്ല മഴയുണ്ടെന്ന് പറയണം. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചേച്ചീൻ്റെ അവിടെ നിർത്തിയെന്ന് ചേച്ചീനെ കാണാൻ പോകണം. ചേച്ചിക്ക് ഓൾറെഡി അറിയാം ഞാൻ വരുന്ന കാര്യം. ചേച്ചിക്കും ചേട്ടനും 2-3 പേർക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചേച്ചീനെ ഒന്ന് നിർത്തി കണ്ടിട്ട് ഞാൻ പോയിട്ട് അവരെയൊക്കെ കാണിച്ചു തരാം. ചേച്ചിയുടെ അവിടെ എത്താറായി. ചേച്ചിക്ക് ഓൾറെഡി അറിയാം, ഞാൻ വരുമെന്ന് അറിയാം. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ എടുക്കാം. കുറേ ദിവസത്തിന് ശേഷം കാണുന്നതിൻ്റെ. ഹലോ, ഹായ് വരാം വ്ളോഗിൽ. യാത്ര വരാം. ഹായ് ഹായ്. നല്ല മാറ്റം ഉണ്ടോ എനിക്ക്? 4 മാസമായല്ലോ. ഹായ് വല്ലേച്ചാ. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവരും കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ വഴീൻ്റെ ഇപ്പുറത്തിറങ്ങിയിട്ട് വീട്ടിൻ്റെ വഴീൻ്റെ ഇപ്പുറത്തിറങ്ങിയിട്ട് ഇടവഴി കൂടി പോവുകയാണ്. എനിക്ക് നല്ല പേടിയാവുന്നു, നെഞ്ചടിക്കുന്നു. അയ്യോ ഞാനിനി അവിടെ എത്തിച്ച് കാണിക്കാം. ബൈ. ഹലോ ഗായ്സ്, ഇവരെ ഞാൻ എവിടെയോ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ?
കൈലാസ് കടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കടന്നു വന്നിരിക്കുകയാണ് അച്ഛന്റെ അമ്മയുടെ അമ്മമ്മയുടെ നിങ്ങൾ ഇത്രയും ലാഗാക്കി. ഇന്നലെ 11 മണിക്ക് രാത്രി വന്നതാണ് ഞാൻ. അങ്ങോട്ടുണ്ടോ? ഹായ്. ഈ വീഡിയോ ആരെല്ലാം എടുക്കോ? നിങ്ങൾ ഇത്രയും ലാഗാക്കി. ഇന്നലെ രാത്രി 11 മണിക്ക് വന്ന് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ 5 മണിക്ക് തുടങ്ങാതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എത്രയും 8 മണിയായി. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്ക് ഫ്ലൈറ്റ് കയറി 11 ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി 11 മണിക്ക് എത്തിയിട്ട് കാത്തുമമ്മിയുടെ വീട്ടിലാണ് നിന്നത്. കാത്തുമമ്മിന്റെ അവിടെ നിന്നിട്ട് ഓ ഞാന് ടിക്കറ്റ് 2 മാസം മുന്നേ അമലേട്ട ബുക്ക് ചെയ്ത്. അമലേട്ട 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. പിന്നെ എക്സാം വന്ന് ഞാൻ ചുമ്മാ പറയാം. എന്റെ എക്സാം ഒരാഴ്ച മുന്നേ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും സർപ്രൈസ് ഒക്കെ എനിക്കൊരു വ്ളോഗിലൊക്കെ കണ്ടന്റും ആവുമല്ലോ സർപ്രൈസ് ആവാൻ. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും എൻ്റെ അടുത്തോട്ട് വരാം. ഞാൻ വന്നതിന്റെ പേരിൽ എനിക്കൊണ്ട് നെഞ്ചൊരു കൈ മറക്കണോ? സന്തോഷാസ്ത്രങ്ങൾ പൊഴിച്ചുകൊണ്ട് സന്ധ്യാറാണി മുന്നേറുകയാണ്. കൂട്ടത്തിൽ അമ്മമ്മയ്ക്കും ചേരാം. എനിക്ക് കയ്യും കാലും വേദന എടുക്കണം പേടിച്ചിട്ട്. എന്താ അമ്മ അറിയാൻ അകത്ത് പോയിരിക്കുകയാണ്. കല്യാണത്തിന് എന്റെ പിള്ളക്ക് ഇട്ട് കൊടുക്കാൻ കഴിക്ക് 500 രൂപ ഇട്ട് കൊടുക്കണം. എന്റെ പിള്ള അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വന്ന കൈലാസ് നീ ഒരിക്കലും മറക്കരുത്. അതിന്റെ ബാക്കിൽ നമ്മളെല്ലാരും ഉണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും നീ വിമാനത്തിലാണ് പറക്കാൻ പോകുന്നത്. അതെ, മറക്കരുത്. ആ പിരിവ് ഇനിയും തീർന്നിട്ടില്ല. ഇത് കഴിയുന്നതോടുകൂടി പിരിവ് തുടരുന്നു. എനിക്ക് വേണ്ടി 25,000 രൂപ ചെലവാക്കി നിങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. ആ സ്മരണ നിനക്ക് എന്ത് വേണം? പിന്നെ എന്റെ ശിവൻ അപ്പോ എനിക്ക് സങ്കടമായിരുന്നു മക്കളെ നിന്നെ കണ്ട. എനിക്ക് എന്ത് പറയാനൊന്നും എന്ത് ചെയ്യണം. നീ വീഡിയോ ഒന്നും പിടിക്കല്ലേ മക്കളെ? അല്ല യൂട്യൂബിലിടാ. ഇതാണ് അയ്യോ അയ്യോ നല്ല വേഷം തന്നെ. അമ്മയ്ക്കല്ലേ ഞാൻ മറ്റേ അഴിക്ക വേഷത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ. ഇതുപോലത്തെ ഒരു സന്തോഷം ഇല്ല മക്കളെ. ഞാൻ മൗനിയായിട്ടല്ലേ ഇരുന്ന്. എനിക്ക് ഇവരൊക്കെ പറയണെങ്കിലും എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള ഒരു ചിന്തയായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ത് പോ ഇനി എനിക്കൊന്നും വേണ്ട. അന്നേരം ജയമ സർപ്രൈസ് ആയ ഒന്നുമില്ല. കേശുപിള്ള സർപ്രൈസ് ആക്ഷൻ പറ. നീലപ്പ സർപ്രൈസ് ആയ കൈലാസ് ഇടം വന്നപ്പം ഇത് സന്തോഷം കാണിക്കും. സർപ്രൈസ് ആയ തുള്ളിച്ചാട്. എടാ അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോ നീ TV കണ്ടോണ്ടിരിക്കുന്ന ഇവിടെ വന്ന് അകത്തോട്ടോ. നിന്റെ റിയാക്ഷൻ പറ. സർപ്രൈസ് ആയ അറിയായിരുന്നല്ലോ പറയുമ്പോലെ. ഇവിടെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു പറ്റുമെന്ന്. ഇല്ല, ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടേ. ചിറ്റ റിയാക്ഷൻ പറ.
പിന്നെ വളരെ ഹാപ്പി. ഞാൻ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. മക്കള് വരൂലെന്ന് ഇതാണ് എന്റെ പഞ്ചാബിൽ പെട്ടി മേക്കിയതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞായി. കൈലാസ് വരൂല, അതുകൊണ്ട് കല്യാണത്തിന് ഒരു രസമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോണ് ആരും വിചാരിക്കാതെ കൈലാസ് എടുത്തു ചാടി മുന്നിൽ വന്നത്. എല്ലാ പേരും എന്താ പറഞ്ഞ അപ്സെറ്റ് ആയിപ്പോയി. ഇനി പറ. ഞാൻ വന്നതിനെ പറ്റി ഇതൊരു വികാര നിർഭരമായ നിമിഷമായിരുന്നു. ജീവികളുടെ റിയാക്ഷൻ എടുക്കാനാണ് പോണത്. ഞാൻ ഇവിടുത്തെ താറാവിനെ കണ്ടിട്ട് കുറെ ദിവസം എനിക്ക് വീട്ടിൽ പോയിട്ടുണ്ട്. എന്റെ ജൂലി എന്നെ സ്നോയിന്റെ ഇസ്റ്റൊക്കെ കാണാൻ ഇപ്പൊ ഇതിന്റെ റിയാക്ഷൻ എടുക്കട്ടെ. ഇപ്പൊ കൊരവിടാൻ തുടങ്ങും. എടാ ഇതിന് പൂ വരാത്തെന്ത്? ഇത് മാത്തയല്ലായിരുന്നു. ഓ ചെളിയിൽ കുളിച്ച് നിൽക്കുന്നു. ഇനി ടൂട്ടന്റെ റിയാക്ഷൻ. ടൂട്ടാ ഞാൻ വന്നപ്പോ എന്തായിരുന്നു? അമ്മ പറഞ്ഞ് മെന്റൽ ഡിസാസ്റ്റർ ആയിട്ടൊക്കെ അവിടെ എന്തൊക്കെയാണ് സംഭവം. ആദ്യം തന്നെ അതായിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ചേട്ടൻ ഭയങ്കര വിഷമം. ചേട്ടൻ ഭ്രാന്തനായി, മണ്ടനായി അങ്ങനെ പറഞ്ഞ് അതിനെ പറ്റിക്കാൻ വേണ്ടി. എന്നിട്ട് വന്നപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. ആരെ ചാടി പറഞ്ഞു ഭൂതം. ഇത്രയും തന്നെ. റിയാക്ഷൻ പറ. ഓ നീ ഇതിലും കൂടുതൽ എന്തോന്ന് വേണം? നിന്നെ ഞാൻ അപ്പോഴും വിളിച്ചിട്ട് സർപ്രൈസാ. ഇതിലും കൂടുതൽ വലിയ സർപ്രൈസ് ഉണ്ടാ? എന്റെ അമ്മൂമ്മ ഇവിടെ ഇരുന്നെങ്കിൽ ഇരുന്നതേ ഉള്ളൂ. നിന്റെ മക്കളില്ലേ, എന്റെ മക്കളില്ലേ എന്നുള്ള വിഷമത്തിൽ. നല്ലൊരു മോനാണ് അവൻ. ഇതിൽ പങ്കെടുക്കാൻ ഏറ്റവും വലിയ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് അവൻ. വന്നതിൽ ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട്. ബി ഹാപ്പി. സർപ്രൈസ് ആയോ? പിന്നെ അല്ലേ എൻ്റെ മക്കളെ കാണാൻ കൊതിച്ചിരുന്നല്ലേ. സർപ്രൈസ് ആയെന്ന് കേൾക്കേ വേണം മക്കളെ. നീ ഒരു പഞ്ചാബി ഡാൻസാ, ഒരു പാട്ടോ പാടടാ. പിന്നെ കള്ള ചെറുക്ക. സർപ്രൈസ് ആയോ? മാമിക്ക് അറിയായിരുന്നു? ഞാൻ പറയുന്നില്ല. സർപ്രൈസ് ആയി. നീ ഏതിലേടാ വന്നത്? അങ്ങനെയല്ല, നീ ബേബിന്റെ ബാക്കിൽ കൂടെ വന്നല്ലേ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായി പോയല്ലേ. സർപ്രൈസ് ആയോ എന്നെ കണ്ടപ്പോ? പിന്നെ ആ അതെ തന്നെ. നീ ഇല്ലാത്ത നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ട് വെക്കാം. ഉണ്ടാ ധൈര്യം? ഞാൻ ഇവനെ വിട്ട് ചോദിപ്പിച്ചത്. സർപ്രൈസ് സെന്റർ നടത്തിയത്. അത് ഞാൻ അല്ലാതെ എന്ത് കള്ളയാണോ? നമ്മള് ജൂലിന്റെ അടുത്ത് പോവാണ്. ജൂലി 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 ഹായ് ജൂലി. ഹായ് ജൂലി. ജൂലി പിന്നെ ഹായ് ഹായ് ഹായ്. ഹായ് കനി. ഗൈസ് മഴ പെയ്ത് സ്നോയുടെ ഇസയുടെ എടുക്കാൻ വേണ്ടി. ഇസട്ടി സ്നാമാനെ സ്നാമാനെ ഇസട്ടി ഇസട്ടി
ഹായ് മെനഞ്ഞാന്ന് രാത്രി, പക്ഷെ ഇവരൊക്കെ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. മെനഞ്ഞാന്ന് രാത്രി വന്ന് ആറാ ദിവസത്തിന് ശേഷം ചൂര കഴിക്കാൻ പോകുന്നു. മീനു വീട് ഞാൻ വിചാരിച്ചേ അമ്പിയമ്മ മാറി എനിക്ക് ഓൺ ചെയ്ത് തന്നെ. അതെന്നാ അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? എന്നെ കണ്ടോടല്ലോ അതില്. അമ്പിയമ്മ പറഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടാക്കി തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂര മതി. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ആരൊക്കെ കണ്ടോണ്ടിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി എന്റെ ഫാമിലി മെമ്പേഴ്സേക്കും കാണാൻ ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ ഒന്നും അല്ലല്ലോ. അപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരിക്കും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആരൊക്കെ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യുക ഗൈസ്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഗൈസ്. വീഡിയോ എപ്പോൾ വരുന്നത് ഇനി 2 ദിവസത്തിനകത്ത് വരുന്നത് ഗൈസ്. കാരണം എന്റെ കേദാർനാഥ് ട്രിപ്പ് വീഡിയോ 2-3 ദിവസത്തിനകത്ത് വരും ഗൈസ്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ഗൈസ്. ബൈ.